നമുക്കിന്ന് കോഴിക്കട്ട ഉണ്ടാക്കാം. അപ്പോൾ കോഴിക്കട്ട ശനിയാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കോഴിക്കട്ട ഉണ്ടാക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള കഥയൊക്കെ ഞാൻ ഷോർട്സിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കോഴിക്കട്ട ഉണ്ടാക്കാനായിട്ട് ഞാൻ 1.5 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പത്തിൻ്റെ പൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടിയോ ഒക്കെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ആ 1.5 കപ്പ് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 1.5 കപ്പ് പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതായത് ഈ വെള്ളം ആ പൊടിയിൽ എല്ലാ സ്ഥലത്തേക്കും എത്തണം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് അവിടെ ഇരുന്ന് ചൂടാറട്ടെ. അതിൽ കൈയിട്ട് ആരും കൈ പൊള്ളിക്കേണ്ട. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കുഴച്ചെടുത്താൽ മതി. ആ സമയം കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് റെഡിയാക്കാനുള്ള സംഭവം സെറ്റപ്പാക്കാം. അപ്പം ആദ്യം ആവശ്യത്തിന് ശർക്കര എടുക്കുക. ഞാനൊരു 3 ചെറിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് അലിയാനായിട്ട് വെക്കുക. ആ സമയം കൊണ്ട് ഒരു 5 ഏലക്ക അതിൻ്റെ ഉള്ളിലത്തെ കുരു എടുത്തിട്ട് 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിക്കുകയാണെങ്കിൽ അത് നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടും. എന്നിട്ട് ഈ ശർക്കര പാനിയായി കഴിയുമ്പം അതിലേക്ക് അരമുറി തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കുക. കൂട്ടത്തിൽ നമ്മുടെ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കുക. വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡിയാവും. ഈ ശർക്കരയിൽ കിടന്ന് നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് പെരണ്ടൊക്കെ വരും. അപ്പം അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ പൊടിയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അതൊന്ന് കുഴച്ചെടുക്കാം. ഈ കുഴയ്ക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് മയത്തിൽ കുഴച്ചെടുക്കുക. എന്നാലാണ് നമ്മുടെ ഇടിയപ്പം നമ്മുടെ കൊഴുക്കട്ട പൊട്ടാതെയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പം നന്നായിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് പാകത്തിനുള്ള ഉണ്ടകളാക്കുക. നല്ല സ്മൂത്തായിട്ടുള്ള ഉണ്ടകൾ തന്നെ ആക്കിക്കോട്ടോ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നന്നായിട്ട് മെനഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള ഉണ്ടകളൊക്കെ ആക്കിയെടുക്കുക. എന്നിട്ട് ഒരു ഉണ്ട ഇങ്ങനെ പ്രസ് ചെയ്ത് പയ്യെ ഇങ്ങനെ കുഴിച്ച് അങ്ങനെ മെനഞ്ഞ് ഒരു ദിയയുടെ ഷേപ്പിലൊക്കെ എടുക്കണം. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഈ ഫില്ലിങ്ങും വെച്ച് കൊടുത്ത് വീണ്ടും ഉരുട്ടിയെടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കോഴിക്കട്ട. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇനി കുറച്ചൊക്കെ ഒന്ന് പൊട്ടിപ്പോയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. കോഴിക്കട്ടയ്ക്കൊന്നും സംഭവിക്കില്ല. തേങ്ങ വിരോധിയായിട്ടുള്ള മറിയത്തിന് ഞാൻ ശർക്കര മാത്രം വെച്ച് സ്പെഷ്യൽ ഷേപ്പിലുണ്ടാക്കിയിട്ട് എന്നാലല്ലേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇതൊരു 10-15 മിനിറ്റ് വേവിച്ചെടുത്താൽ റെഡിയായി കോഴിക്കട്ട.